കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. നടപടിയുണ്ടായില്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനം. അതേസമയം UDF പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ 326 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ഷാഫി പറമ്പിൽ എംപിക്കെതിരായി ഉണ്ടായ പോലീസ് അതിക്രമത്തിലാണ് സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്നും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണോ സാധ്യത? തീർച്ചയായും അത് ഏറെ വൈകാരികമായിട്ടാണ് UDF പ്രവർത്തകർ എടുത്തിട്ടുള്ളത്. ഷാഫി പറമ്പിൽ MPയെ പോലീസ് അതിക്രമം നടത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് UDF പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വൈകാരികമാണ്, ഏറെ രോഷമുയർത്തുന്ന ഒരു കാര്യമാണ്. സംഭവം നടന്ന ദിവസം തന്നെ രാത്രിയിൽ തന്നെ ഒരു ആഹ്വാനവുമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ആഹ്വാനത്തോടുകൂടി ബ്ലോക്ക് തലങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. അതിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ പോലീസിനെതിരായ മുദ്രാവാക്യം വിളികളും സംഘർഷങ്ങളും ഒക്കെ അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് ഈ സംഭവം നടന്ന പേരാമ്പ്രയിൽ ഇന്നലെ വൈകിട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു. ആ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച ആ പ്രദേശത്ത്, ആ സ്ഥലത്ത് വെച്ച് പോലീസിനെതിരെ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചു, അന്യായമായി സംഘം ചേർന്നു എന്നീ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് 5 UDF UDFന്റെ 5 പേർക്കെതിരെയും ഒപ്പം തന്നെ 320 കണ്ടാലറിയാവുന്ന ആളുകൾക്കുമെതിരെ, അങ്ങനെ 325 പേർക്കെതിരെയാണ്. അതിൽ തന്നെ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ പേരടക്കം 3ാം പ്രതിയായി കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ പേരിലൊക്കെയാണ് പോലീസ്. ഇത് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ്. മുദ്രാവാക്യം വിളിച്ചു, പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചു, അന്യായമായി സംഘം ചേർന്നു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതിനിടെ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആ ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. DYSPക്കെതിരെ ശക്തമായ നടപടി വേണം. പേരാമ്പ്ര DYSP സുനിൽകുമാറാണ് ഇതിന്റെയൊക്കെ കാരണം ഈ ഷാഫി പറമ്പിലിനെ ആക്രമിക്കാനുള്ള കാരണം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് ഈ സുനിൽകുമാറിനെതിരെ കർശനമായ നടപടി വേണം. ഒപ്പം തന്നെ കള്ളം പറഞ്ഞ റൂറൽ SP EK ബൈജുവിനെതിരെ അദ്ദേഹത്തിന്റെ ആ കള്ളപ്രചരണം എന്തിന്റെ പേരിലാണ്? അത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ്, CPIഎമ്മുമായി പോലീസ് നടത്തിയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തൊട്ട് ഇങ്ങോട്ടുള്ള കോൺഗ്രസ് നേതൃത്വം മുഴുവൻ വ്യക്തമാക്കുന്നത് അതാണ്. ഷാഫി പറമ്പിൽ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് 10 ദിവസത്തെ വിശ്രമം അനിവാര്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. നേതാക്കളെല്ലാം തന്നെ ഷാഫി പറമ്പിലിനെ കാണാൻ വരുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഷിബു ബേബി ജോൺ അല്പസമയത്തിനകം RSP നേതാവ് ഷിബു ബേബി ജോൺ ഷാഫി പറമ്പിലിനെ കാണാൻ വരുന്നുണ്ടോ. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ, ദേശീയ സെക്രട്ടറി, ഇപ്പോൾ ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകാരിൽ ഒരാളായ ബിനു ചുള്ളിയിലും മറ്റൊരു ദേശീയ ഭാരവാഹിയും ഒക്കെ ഇന്ന് 1 മണിയോടുകൂടി ഷാഫി പറമ്പിൽ കാണാൻ വരുന്നു. അങ്ങനെ നേതാക്കളുടെ സന്ദർശനം തുടരുന്നു. അത് UDF നേതാക്കളും അല്ലാത്തവരും, ഒപ്പം തന്നെ ഇന്നലെയൊക്കെ വ്യവസായിയായിട്ടുള്ള ഗോകുലം ഗോപാലൻ അടക്കമുള്ള പൗരപ്രമുഖരായിട്ടുള്ള ആളുകളും ഒക്കെ ഇന്നലെ ഈ ഷാഫി പറമ്പിൽ MPയെ കാണാൻ വന്നു. ഇന്ന് മറ്റുള്ള നേതാക്കളും വരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയുള്ള ആശുപത്രി സന്ദർശനം തുടരുന്നതിനിടയിൽ തന്നെ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ശക്തമായൊരു ആവശ്യം ഈ DYSPക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ DYSP സുനിൽകുമാറിന്റെയും ഒപ്പം തന്നെ റൂറൽ SP ആയിട്ടുള്ള KE ബൈജുവിൻ്റെയും വീടുകളിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനം. ശക്തമായൊരു പ്രതിഷേധം തന്നെ പോലീസിന് നേരിടേണ്ടി വരും. അതിനിടെ പോലീസും തിരിച്ച് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് 700 പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് ഇന്ന് അത് 325 പ്രവർത്തകർക്കെതിരെ ഇന്നലെ പ്രകടനം വിളിച്ചതിനും മറ്റുമൊക്കെ കേസെടുത്തിരിക്കുകയാണ്. ശരി, കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നടപടി ഉണ്ടായില്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. UDF പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിലടക്കം കൂടുതൽ ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. റിയാസ് KM വിവരങ്ങൾ നൽകിയത്.